بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നൂനിയയിലെ മുഖദ്ദിമയിലെ ആദ്യ ഭാഗമാണ്, സനാ ആണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഷഹാദത്ത്, വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനും ദാസനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അമീനുഹു അലാ വഹ്യിഹി, തൻ്റെ ദിവ്യബോധനത്തിന് മേലുള്ള അമീനുമാണ്, വിശ്വസ്ത ദൂതനുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ദൂതനാണ്, ദാസനാണ്, അള്ളാഹുവിൻ്റെ വഹി എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായ വ്യക്തിത്വമാണ്. വഖിറതുഹു മിൻ ബരിയത്തിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ്. വസഫീറുഹു ബൈനഹു വ ബൈന ഇബാദിഹി, സഫീർ ബിമഅന മുർസൽ, റസൂൽ, ദൂതനാണ്, അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകളുടെയും ഇടയിലുള്ള ദൂതനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സഫീർ, അംബാസഡർ എന്ന് പറയും. അംബാസഡർമാർ നിർവഹിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ? ഇതേപോലെയുള്ള സന്ദേശങ്ങൾ കൈമാറലും ആ രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകളുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ, ഒരു ദൂതൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുജ്ജതുഹു അലാ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മേൽ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള രേഖയുമാണ്, തെളിവുമാണ് ആ പ്രവാചകൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും സത്യദീനുമായിട്ടാണ് അള്ളാഹു അദ്ദേഹത്തെ അയച്ചത്. ബൈന യദൈ അസ്സാഅത്തി ബഷീറൻ വ നദീറ, ഖിയാമത്ത് നാളിൻ്റെ, അന്ത്യദിനത്തിൻ്റെ മുന്നോടിയായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദയും ദീനുൽ ഹക്കുമായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഹുദ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ബയാൻ വൽ ഇർഷാദ്, നന്മയേതാണ് തിന്മയേതാണ് എന്ന് വിച്ഛേദിച്ച് മനസ്സിലാക്കി വിശദീകരിച്ചു കൊടുക്കുന്ന. വദീനിൽ ഹക്ക്, സത്യദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അമലു നാഫിഅ, ഉപകാരപ്രദമായ അറിവ്, അത് അമൽ ചെയ്യാനുള്ള തൗഫീഖ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും, അതിൻ്റെ പ്രായോഗികമായ രീതിയും വിശദീകരിച്ചു കൊടുക്കും. ഇത് നബിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇൽമുൻ നാഫിഉം അമലു സ്വാലിഹും ഉണ്ടാകുമ്പോഴാണ് ഹിദായത്ത് പൂർണ്ണമാകുക. അന്ത്യദിനത്തിൻ്റെ മുൻപിലായി മുന്നറിയിപ്പ് കാരണം സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായി അള്ളാഹു അയച്ച ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കാൻ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അള്ളാഹുവിലേക്ക് അവൻ്റെ അനുമതി പ്രകാരം ക്ഷണിക്കുന്ന, വിളിക്കുന്ന, അതേപോലെ പ്രകാശം പരത്തുന്ന ഒരു വിളക്കുമായി അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അദ്ദേഹത്തെ അള്ളാഹു അയച്ചതായി ഞാൻ അംഗീകരിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അതായത് വെളിച്ചം പകരുന്ന വിളക്കാണ് സിറാജ്, മുനീർ. ഇബ്നുൽ ഖയ്യിം തന്നെ സാദുൽ മആദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ, അതിൻ്റെ അർത്ഥവും ഒക്കെ വിശദീകരിക്കുന്ന ഭാഗമുണ്ട്, 1-ാം വാള്യത്തിൽ കാണാം. അവിടെ സൂര്യനെ സിറാജം വഹാജ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിറാജം മുനീറ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറാജും മുനീർ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്ന വിളക്ക്. സിറാജം വഹാജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിച്ചു കളയുന്ന, ആളിക്കത്തുന്ന വിളക്ക് എന്നാണ്.
അപ്പോൾ ദോഷങ്ങളില്ലാത്ത ഗുണങ്ങളുള്ള ആളുകൾക്ക് ഉപദ്രവകരമല്ലാത്ത വെളിച്ചം പകരുന്ന ഒരു വിളക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന, ആളുകൾക്ക് നന്മയുടെ വഴിവിളക്കായി പ്രകാശം പരത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർസലഹു അലാ ഹീനി ഫത്രത്തിൻ മിനർ റുസുൽ, അലാ ഹീനി ഫത്രത്തിൻ മിനർ റുസുൽ. പ്രവാചകത്വത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം, ഇടവേളയിൽ അള്ളാഹു അദ്ദേഹത്തെ അയച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ പ്രവാചകത്വം ഇല്ലാത്ത കുറച്ചു കാലമുണ്ടല്ലോ, അതാണ് ഫത്രത്തുൻ മിനർ റുസുൽ, പ്രവാചകത്വത്തിൻ്റെ ഇടവേള എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തുമൂസിം മിനസ്സുബുൽ, തുമൂസും മിനസ്സുബുൽ എന്ന് പറഞ്ഞാൽ ത്വമസ ഐ മഹാഹ വഗത്താഹ, സന്മാർഗത്തെ അല്ലെങ്കിൽ നേരായ വഴിയെ മായ്ച്ചു കളയുന്ന, അത് അവ്യക്തമായി പോകുന്ന ആ സമയം, പ്രവാചകന്മാരില്ലാത്ത ഒരു കാലഘട്ടം, ഒരു 500 വർഷത്തിൻ്റെ ആ കാലഘട്ടത്തിൽ സന്മാർഗത്തിൻ്റെ അടയാളങ്ങൾ അല്പാൽപമായി മാഞ്ഞുപോയ, അത് മറഞ്ഞുപോയ ആ സാഹചര്യത്തിൽ വദുറൂസും മിനൽ കുത്തുബ്, വേദഗ്രന്ഥത്തിൻ്റെ അധ്യാപനങ്ങളും കാലഹരണപ്പെട്ടു പോയ അല്ലെങ്കിൽ അവ്യക്തമായി പോയ ആ സന്ദർഭത്തിലാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുന്നത്. വൽ കുഫ്റു ഖദ് തറമത് നാറുഹു, കുഫറിൻ്റെ തീജ്വാലകൾ, ഇൽത്തറമ എന്ന് പറഞ്ഞാൽ ഇഷ്തഅല, ഇൽതഹബത്ത്, ആളിക്കത്തുന്ന സന്ദർഭം. അപ്പോൾ നന്മയുടെ, സന്മാർഗത്തിൻ്റെ അടയാളങ്ങൾ മങ്ങിപ്പോവുകയും ഇല്ലാതെയായി കൊണ്ടിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ, തിന്മയുടെ, കുഫറിൻ്റെ, അവിശ്വാസത്തിൻ്റെ തീജ്വാല ആളിക്കത്തുകയും ചെയ്ത സന്ദർഭത്തിൽ വതതായറ ഫിൽ ആഫാഖി ശിറാറുഹു, അതിൻ്റെ തീപ്പൊരികൾ ചക്രവാളങ്ങളിൽ പാറിപ്പടർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ, അഥവാ നന്മയുടെ വിളക്ക് വെളിച്ചം നേർത്തു വരികയും തിന്മയുടെ തീനാളങ്ങൾ ആളിക്കത്തുകയും അതിൻ്റെ തീപ്പൊരികൾ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുകയും ചെയ്യുന്ന ഒരു ദുർഘടമായ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്മാർഗത്തിൻ്റെ വഴികാട്ടിയായി, അള്ളാഹുവിൻ്റെ ദൂതനായി, സൃഷ്ടികൾക്കും പടച്ചവനും ഇടയിലുള്ള ഒരു ദൂതനായി അള്ളാഹു അയക്കുന്നത്. വഖദ് ഇസ്തൗജബ അഹ്ലുൽ അർളി അൻ യഹില്ല ബിഹിമുൽ ഇഖാബ്. അപ്പോൾ ഭൂമിയിലെ മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ടാൽ വഖദ് ഇസ്തൗജബ അഹ്ലുൽ അർളി അൻ യഹില്ല ബിഹിമുൽ ഇഖാബ്, അവർക്ക് ശിക്ഷയിറങ്ങൽ അനിവാര്യമാകുന്ന അവസ്ഥയായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ഇറങ്ങാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തുനിൽക്കുന്ന ഒരു സാഹചര്യം, സന്ദർഭം. അപ്പോൾ വഖദ് നളറൽ ജബ്ബാറു തബാറക വതആല ഇലൈഹിം ഫമഖതഹും അറബഹും വഅജമഹും ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് നോക്കി, അവരിലെ അറബികളെയും അനറബികളെയും അള്ളാഹു കോപിക്കുമാറ് അവരുടെ അവസ്ഥ ദുഷിക്കുകയും പടച്ചവന്റെ ശിക്ഷയെ അനിവാര്യമാക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ അതിൽ നിന്ന് അപവാദം ഒഴിവ് പറയാനുള്ളത് ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ, കുറച്ചാളുകൾ, ആ നന്മയുടെ ചില ശേഷിപ്പുകൾ അവിടെയുണ്ട് എന്നതൊഴിച്ചാൽ മൊത്തത്തിൽ ലോകം എന്താണ്? കുഫറിലും അതിൻ്റെ കൂരിരുട്ടിലും അന്ധകാരത്തിലുമാണ്. അള്ളാഹുവിൻ്റെ കോപത്തിനും ശിക്ഷക്കും അർഹമാകുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വഖദ് ഇസ്തനദ കുല്ലു ഖൗമിൻ ഇലാ ളുലമി ആറാഇഹിം, ഓരോ ജനതയും അവരവരുടെ എന്താണ് പറയാ, ഇസ്തനദ, അവരവലംബിച്ചു, ആശ്രയിച്ചു, ഇലാ ളുലമി ആറാഇഹിം, അവരുടെ അജ്ഞതയുടെ കൂരിരുട്ടിൻ്റെ അഭിപ്രായങ്ങളിലേക്ക് അവർ ചാഞ്ഞു, അതിനെ അവലംബിച്ചു.
ഓരോരുത്തർക്കും അവരുടെ ദീൻ എന്താന്ന് ചോദിച്ചാൽ അവരവർക്ക് തോന്നിയത് തോന്നിവാസം ദീനായി ആചരിക്കുന്ന ഒരവസ്ഥ. വഹകമു അലല്ലാഹി സുബ്ഹാനഹു ബിമഖാലാതിഹിമുൽ ബാത്തില വഅഹ്വാഇഹിം. അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുന്നത് പ്രമാണങ്ങളിൽ നിന്നല്ല. അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കുന്നു എന്നല്ല. മറിച്ച് ബിമഖാലാതിഹിമുൽ ബാത്തില വഅഹ്വാഇഹിം, അവരുടെ തെറ്റായ നിരർത്ഥകമായ വാദഗതികളെ കൊണ്ടും അവരുടെ ദേഹേച്ഛകൾക്കുമനുസരിച്ച് അവർ അള്ളാഹുവിൻ്റെ മേൽ പലതും ആരോപിച്ചു, പല വിധികളും പറഞ്ഞു. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് ആരെ? മലായിക്കത്തുകൾ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടക്കാൻ ശുഫാഅകളെ ആവശ്യമുണ്ട്. അതിനാണ് സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞത്, അവര് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള മധ്യവർത്തികളാക്കി, അള്ളാഹുവിൻ്റെ അടിമകളെ അവര് മധ്യവർത്തികളാക്കി സ്വീകരിച്ചു. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാനുള്ള മധ്യവർത്തികൾ എന്നുള്ള നിലയിലാണ് എന്നവർ ന്യായം പറഞ്ഞു. അതേപോലെ സൂറത്ത് യൂനുസിൽ അള്ളാഹു വിശദീകരിച്ചതുപോലെ അവർ പറയും, ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നവരാണ്. ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവരുടെ തോന്നിവാസങ്ങളും അവരുടെ ദേഹേച്ഛകളും അവരുടെ നിരർത്ഥകമായ വാദഗതികളുമായി പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. വലൈലുൽ കുഫ്രി മുദ്ലഹിമുൻ, അവരുടെ ആ അവിശ്വാസത്തിൻ്റെ, കുഫറിൻ്റെ ഇരുട്ട് അത് മുദ്ലഹിമുൻ എന്ന് പറഞ്ഞാൽ മുദ്ലിമത്തുൻ, കൂരിരുട്ട് നിറഞ്ഞതാണ്. അപ്പോൾ ആ കുഫറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ നിലാവെളിച്ചമുള്ള രാത്രിയല്ല, കൂരിരുട്ട് നിറഞ്ഞ ഇരുൾ മുറ്റിയ രാത്രിയാണ്. ലലാമുൻ ദലീലുൽ കുഫ്രി മുദ്ലഹിമുൻ ലലാമുഹു, അതിൻ്റെ ഇരുട്ട് കനപ്പെട്ടതാണെന്നർത്ഥം. ഷദീദുൻ ഖതാമുഹു, ഖതാം എന്ന് പറഞ്ഞാൽ ഗുബാറുൻ അസ്വദ് അല്ലെങ്കിൽ സവാദ്, ഇരുട്ട് നിറഞ്ഞതാണ് അതിലെ പൊടിപടലങ്ങൾ. അപ്പോൾ കറുത്ത പൊടിപടലങ്ങൾ കൊണ്ട്, ഇരുൾമുറ്റിയ രാത്രി കൊണ്ട്, അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒന്നിനുമേൽ ഒന്നായി വെളിച്ചത്തെ തടയുന്ന ഇരുട്ടിൻ്റെ കട്ടി. അതാണ് ഖുർആൻ സൂറത്ത് നൂറിൽ പറഞ്ഞതുപോലെ ളുലുമാത്തുൻ ബഅ്ളുഹാ ഫൗക ബഅ്ൾ ഇദാ അഖറജ യദഹു ലം യഖദ് യറാഹ. അവ ആ ഇരുട്ടിൻ്റെ കട്ടിയും ഗാംഭീര്യവും ഭീകരവുമായ അവസ്ഥയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നത്. വസബീലുൽ ഹഖ് ആഫിയത്തുൻ ആസാറുഹു, സത്യത്തിൻ്റെ പാത, അതിൻ്റെ വഴിയടയാളങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഫിയത്തുൻ അഫത്തിദ്ദിയാറു, അടയാളങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ട്. മത്മൂസത്തുൻ അഅലാമുഹു, അതിൻ്റെ വഴിയടയാളങ്ങൾ, അതിൻ്റെ തെളിഞ്ഞ മാർഗങ്ങളൊക്കെ മത്മൂസത്തുൻ, തുമൂസുൻ മിനസ്സുബുൽ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അവ്യക്തമായി മാഞ്ഞു തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും കൂരിരുട്ടിൻ്റെ, അജ്ഞതയുടെയും കുഫറിൻ്റെയും തോന്നിവാസങ്ങളുടെയും അധാർമികതയുടെയും ഇരുൾ മുറ്റിയ ആ സന്ദർഭത്തിൽ നന്മയുടെ എല്ലാ വെളിച്ചവും നാളങ്ങളും നേർത്ത് അത് അവ്യക്തവും അതേപോലെ തന്നെ നാശത്തിൻ്റെ വക്കിലുമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതാണ് വാസ്തവത്തിൽ പ്രവാചകത്വത്തിൻ്റെ ആ അടുത്ത സന്ദർഭം, ജാഹിലിയത്തിൻ്റെ ആ കാലഘട്ടം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഫഫലഖല്ലാഹു സുബ്ഹാനഹു
ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹൽ ഈമാൻ. ഈമാനിന്റെ പ്രഭാതത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു പുലർത്തി. അഥവാ ആ പ്രഭാതത്തിന്റെ ആ പുലരിയുടെ പ്രകാശം പ്രവാചകനിലൂടെ അള്ളാഹു ചൊരിഞ്ഞു. ഫഅളാഅ ഹത്താ മലഅൽ ആഫാഖ നൂറ. അങ്ങനെ ആ ഈമാനിന്റെ പ്രഭ, ഈമാനിന്റെ പ്രകാശം പ്രവാചകൻ ചൊരിഞ്ഞു കൊടുത്തു, പരത്തി. ഹത്താ മലഅൽ ആഫാഖ്, ചക്രവാളങ്ങൾ നിറഞ്ഞു നിൽക്കെ ആ പ്രവാചകത്വത്തിന്റെയും ഈമാനിന്റെയും പ്രകാശം, ആ ഈമാനിന്റെ തെളിമയും പ്രഭയും ലോകം മുഴുക്കെ, ചക്രവാളം മുഴുക്കെ അത് പ്രകാശം പരത്തി നിന്നു. മല അൽ ആഫാഖ നൂറ വഅത്ലബ ബിഹി ശംസർ റിസാലത്തി ഫി ഹനാദിസിൽ ളുലമി സിറാജം മുനിറ. ആ പ്രവാചകനിലൂടെ അല്ലാഹു അത്ലഅ ബിഹി, ഉദിപ്പിച്ചു. എന്തിനെ? ശംസർ റിസാല, പ്രവാചകത്വത്തിന്റെ സൂര്യനെ. ഫി ഹനാദിസിൽ ളുലം. ഹനാദിസ്, ഹനാദിസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിസുൻ എന്നതിന്റെ ജംആണ്. അല്ലൈലുൽ മുദ്ലിം എന്നാണ് അർത്ഥം. അപ്പോ ഇരുൾ മുറ്റിയ ആ രാത്രിയിൽ പ്രവാചകത്വത്തിന്റെ സൂര്യോദയം പ്രവാചകനിലൂടെ അള്ളാഹു നടപ്പിലാക്കി. എന്നിട്ട് ആ ഇരുട്ടിന്റെ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി പ്രവാചകത്വത്തിന്റെ സൂര്യൻ സിറാജം മുനീറ, വെളിച്ചം പരത്തുന്ന ഒരു വഴിവിളക്കായി അള്ളാഹു ഉദയം ചെയ്യിച്ചു. ഫഹദാ ബിഹി മിനൽ ളലാലത്തി വഅല്ലമ ബിഹി മിനൽ ജഹാലത്തി. ആ പ്രവാചകനെ കൊണ്ട് അള്ളാഹു വഴികേടിൽ അകപ്പെട്ട ആളുകൾക്ക് വഴി കാണിച്ചു കൊടുത്തു, സന്മാർഗത്തിന്റെ മാർഗത്തിലേക്ക് ആളുകളെ നയിച്ചു. വഅല്ലമ ബിഹി മിനൽ ജഹാല, അജ്ഞതയിൽ നിന്ന് ആ പ്രവാചകനെ കൊണ്ട് അള്ളാഹു ജ്ഞാനം നൽകി, ഇൽമു നൽകി. വബസ്സറ ബിഹി മിനൽ അമാ, അന്ധതയിൽ നിന്ന് ആ പ്രവാചകനെ കൊണ്ട് അള്ളാഹു കാഴ്ച നൽകി. വഅർശദ ബിഹി മിനൽ ഗയ്യ്, വഴികേടിൽ നിന്ന് അള്ളാഹു ആ പ്രവാചകനെ കൊണ്ട് വഴി കാണിച്ചു. വകസ്സറ ബിഹി ബഅദൽ ഖില്ല, ഖില്ലത്തിൽ നിന്ന്, എണ്ണക്കുറവിൽ നിന്ന്, ആ എണ്ണക്കുറവിന് ശേഷം ആ പ്രവാചകനെ കൊണ്ട് അള്ളാഹു ആധിക്യം നൽകി. അപ്പോൾ ഈമാനിന്റെ നന്മയുടെ വക്താക്കൾ എണ്ണം കുറഞ്ഞു പോയ ആ സാഹചര്യത്തിന് ശേഷം ഈ പ്രവാചകത്വത്തോടുകൂടി അതിൽ വന്ന മാറ്റങ്ങളാണ് പറഞ്ഞത്. അജ്ഞതയ്ക്ക് ശേഷം ജ്ഞാനം നൽകി, അന്ധതയ്ക്ക് ശേഷം കാഴ്ച നൽകി, അവിവേകത്തിന് ശേഷം വിവേകം നൽകി, എണ്ണക്കുറവിന് ശേഷം എണ്ണപ്പെരുപ്പ് നൽകി. വഅഅസ്സ ബിഹി ബഅദ ദില്ല, നിന്യതയ്ക്ക് ശേഷം അള്ളാഹു പ്രതാപം നൽകി. വഅഗ്ന ബിഹി ബഅദൽ ഐല, ദാരിദ്ര്യത്തിനും പ്രയാസങ്ങൾക്കും ശേഷം അള്ളാഹു ധന്യതയും ഐശ്വര്യവും നൽകി. വസ്തൻഖദ ബിഹി മിനൽ ഹലക, നാശത്തിൽ നിന്ന് ആ പ്രവാചകനെ കൊണ്ട് അള്ളാഹു സമൂഹത്തെ രക്ഷപ്പെടുത്തി. വഫതഹ ബിഹി അഅയുനൻ ഉമ്യ, അന്ധത കൊണ്ട് അടഞ്ഞുപോയ കണ്ണുകളെ ആ പ്രവാചകനെ കൊണ്ട്, പ്രവാചകത്വം കൊണ്ട് അള്ളാഹു തുറന്നു. വആദാനൻ സുമ്മ, ബദിരമായി കേൾക്കാൻ കഴിയാതെ അടഞ്ഞുപോയ കാതുകൾ അള്ളാഹു തുറന്നു. വഖുലൂബൻ ഗുൽഫ, അടഞ്ഞുപോയ ഹൃദയങ്ങളെ അള്ളാഹു തുറക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രവാചകത്വത്തിന്റെ ഒരു സാഹചര്യവും അതിന്റെ ഗുണങ്ങളും. ഇവിടെ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞൊരു കാര്യം, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാഷാ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ എഴുത്തിലെ ആ സാഹിത്യ ഭംഗിയും വ്യക്തതയുമൊക്കെ ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേക കഴിവാണ്. ചിലർക്ക് നന്നായി എഴുതാൻ കഴിയും, ചിലർക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയും, ചിലർക്ക് രണ്ടും കിട്ടുന്നു. അവിടെ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞൊരു ഫായിദ, ഷെയ്ഖ് റഷീദ് റിള റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല സാഹിത്യത്തിൽ എഴുതാൻ പറ്റും, പക്ഷെ സംസാരത്തിൽ അദ്ദേഹം പോരാന്നാണ്. മലയാളികൾക്കിടയിലും പലരെയും നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നന്മയുടെ വീതിയിൽ ഉപയോഗപ്പെടുത്തി
പടച്ചറബിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.